ഓക്കെ, ഒന്നാമത്തെ പാഠം മർഹബൻ യാ ഖൈറദാൻ. എന്താണ്? ഉത്തമ പ്രബോധകരെ സ്വാഗതം. ഉത്തമ പ്രബോധകരെ സ്വാഗതം. ഇതാണ് ഒന്നാമത്തെ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാര് പാടിയ പാട്ടാണ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. ഇത് പല രീതിയിലുള്ള ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. ഇങ്ങനൊക്കെ ഓതാം. ഓക്കെ, ഈ മെയ്ത്ത് നമ്മൾ എന്താക്കണം? 4 വരി നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്താല് കാത്തു നിന്ന മദീനക്കാർക്ക് സന്തോഷം പെയ്തിറങ്ങിയ ദിവസമായിരുന്നു റസൂലുള്ളാഹിനെ കടന്നു വരും. ത്വലഅൽ ബദ്റു അലൈനാ എന്ന് പറയും. ത്വലഅൽ ബദ്റു അലൈനാ എന്താ അർത്ഥം? റസൂലുള്ളാഹി അങ്ങനെ വന്ന സന്തോഷത്തിൽ കേട്ടോളെ കേട്ടോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്തോഷത്തില് മദീനക്കാർക്ക് നമുക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ, മൊത്തം ചന്ദ്രനെ മൊത്തം കാണാനല്ലേ രസം, തേങ്ങാപ്പുളി കാണാനാണ്. അപ്പൊ റസൂലുള്ളാഹി വന്നപ്പോ മദീനക്കാരെയാ ത്വലഅൽ ബദ്റു അലൈനാ, ഞങ്ങൾ ഇതാ പൂർണ്ണ ചന്ദ്രൻ വെളിവായിരിക്കുന്നു. ത്വലഅ ഉദിച്ചു, ഞങ്ങളിൽ പൂർണ്ണചന്ദ്രൻ. ത്വലഅൽ ബദ്റു, ബദ്ർ പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. അലൈനാ, ഞങ്ങൾക്കിടയിൽ, ഞങ്ങളിലേക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ത്വലഅൽ ബദ്റു അലൈനാ, ഞങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. റസൂലുള്ളാഹി വന്നപ്പോ അതിന് സന്തോഷം കൊണ്ടുവരിക. മിൻ സനിയാത്തിൽ വദാ, മലമടക്കുകൾക്കിടയിൽ നിന്ന്, മലമടക്കുകൾക്കിടയിൽ നിന്ന്. നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന കണ്ടില്ലേ, 2 മലന്റെ ഇടയിൽ എന്നതുപോലെ മിൻ സനിയാത്തിൽ വദാ, മലമടക്കുകൾക്കിടയിൽ നിന്ന്. എന്താ വരുന്നത്? സൂര്യനാ? അല്ല, പൂർണ്ണചന്ദ്രൻ. നല്ല ഭംഗിയല്ലേ കാണാൻ, മൊത്തത്തിലുള്ള ചന്ദ്രൻ നിങ്ങൾ നോക്കി നല്ല രസം. റസൂലുള്ളാഹി വന്നപ്പോൾ അങ്ങനെ തോന്നി. ത്വലഅൽ ബദ്റു അലൈനാ, പൂർണ്ണചന്ദ്രൻ ഞങ്ങളിൽ വെളിവായിരിക്കുന്നു. മിൻ സനിയാത്തിൽ വദാ, മലമുകൾക്കിടയിൽ, മലമടക്കുകൾക്ക് ഇടയിൽ നിന്ന്, 2 മല കൂടുന്ന അതിനിടയിൽ നിന്ന്. വജബ ശുക്രു അലൈനാ, ഇങ്ങനെ ചന്ദ്രൻ ഞങ്ങളിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ നിർബന്ധം? വജബ ശുക്രു, നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമാണ്. അലൈനാ, ഞങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമായി. വജബ നിർബന്ധമായി, വജബ നിർബന്ധമായി. വാജിബ് എന്ന് പഠിച്ചില്ല നമ്മള്? വാജിബ് നിർബന്ധമായ കാര്യത്തിൽ വാജിബ് അല്ല അറിയാം. പറഞ്ഞതിന്റെ മറ്റൊരു പേര് ഫിക്സ് പഠിച്ച ഓർമ്മല്ലേ? ഓർമ്മ ഉണ്ടാവും. എന്താ ഓർമ്മ ഉണ്ടാവും? വജബ നിർബന്ധമായിരിക്കുന്നു, ശുക്രു നന്ദി നിർബന്ധമായിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമായിരിക്കുന്നു, അല്ലെ? ഞങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കൽ നിർബന്ധമായിരിക്കുന്നു. മാ ദഅ ലില്ലാഹി ദാഇ, പ്രബോധകൻ പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം, പ്രബോധനം ചെയ്യുന്ന കാലത്തോളം ഞങ്ങൾ എന്ത് ചെയ്തോളണം? നന്ദി ചെയ്തോണം. എന്ന് വെച്ചാൽ എന്ന് ഞങ്ങൾ നന്ദി ചെയ്തോളാം. പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം. എന്താർത്ഥം? പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം. പിന്നെ അയ്യുഹൽ മബ്ഊദു ഫീനാ, അയ്യുഹൽ മബ്ഊദു നിയോഗിക്കപ്പെട്ടവരെ, അയ്യുഹൽ മബ്ഊദു ഫീനാ ഞങ്ങളിൽ, ഞങ്ങളിൽ, അയ്യുഹൽ മബ്ഊദു ഫീനാ ഞങ്ങളിൽ നിയോഗിതരായവരെ, അയ്യുഹൽ മബ്ഊദു ഫീനാ ഞങ്ങളിൽ നിയോഗിതരായവരെ. ശ്രദ്ധിക്കണേ, അയ്യുഹൽ മബ്ഊദു ഫീനാ ഞങ്ങളിൽ നിയോഗിതരായവരെ. ജിഇത തങ്ങൾ വന്നു, നിങ്ങൾ വന്നു. ബിൽ അംരിൽ മുതാഅ വഴിപ്പെടുന്ന കാര്യവുമായി, വഴിപ്പെടേണ്ട കാര്യവുമായിട്ട് ഞങ്ങൾ വന്നു. ജിഇത ബിൽ അംരിൽ മുതാഅ വഴിപ്പെടേണ്ട കാര്യവുമായിട്ട് നിങ്ങൾ വന്നു. ജീത്ത ഷറഫ്തൽ മദീന, ജീത്ത തങ്ങൾ വന്നു. തൊട്ട് മുമ്പത്തെ വരി പറഞ്ഞ അതേ വാക്കന്നെ, ജീത്ത നിങ്ങൾ വന്നു. അങ്ങനെ ഇതിൽ അമ്രിൽ മുത്താഴ് വഴിപ്പെടേണ്ട കാര്യമായിട്ട് പറഞ്ഞു. അതുപോലെ പിന്നെയും പറയാം, ജീത്ത തങ്ങൾ വന്നു. ഷറഫ്തൽ മദീന, മദീനയെ പ്രശോഭിതമാക്കിയിട്ട്. ആ റസൂലിൽ വന്നപ്പോ മദീന എന്താ? പ്രശോഭിതമായി, സന്തോഷം കൊണ്ട് ആഹ്ലാദപൂളിതമായി. അപ്പൊ മദീനയെ പ്രശോഭിതമാക്കിക്കൊണ്ട് എന്താക്കി? തങ്ങൾ വന്നു. മർഹബൻ യാ ഖൈറദാഇ, ഉത്തമ പ്രബോധകരെ അങ്ങേക്ക് സ്വാഗതം. മർഹബൻ സ്വാഗതം, മർഹബൻ സ്വാഗതം. യാ ഖൈറദാഇ, ഉത്തമ പ്രബോധകരെ. ഖൈറാന ഉത്തമം, ഖൈറായ കാര്യങ്ങൾ ചെയ്യാറില്ലേ? നല്ല കാര്യം, ഉത്തമമായ കാര്യം. ഉത്തമ പ്രബോധകൻ, പ്രബോധകൻ, ഉത്തമ പ്രബോധകരെ അങ്ങേക്ക് സ്വാഗതം. ഓക്കെ, കേട്ടോളെ. ഇനി അഹ്ലുൽ മദീന കാന യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. മൊത്തത്തിലുള്ള അർത്ഥം, മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിട്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഗതം ചെയ്യുന്നവരായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മള് നിസാലിന് ശേഷം പഠിക്കുന്നുണ്ടല്ലോ, മുദാരിയാണ്. യുറഹിബൂന, അവരെന്താക്കുകയാണ്? സ്വാഗതം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മൊത്തർത്ഥം നബി സല്ലല്ലാഹു അഹ്ലുൽ മദീനത്തി, മദീനക്കാർ കാനു അവർ ആയിരുന്നു, മദീനക്കാർ കാനു അവർ ആയിരുന്നു. യുറഹിബൂന
സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. യുറഹിബുന യുറഹിബുന സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. യുറഹിബുന സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് സ്വാഗതം ചെയ്യുകയായിരുന്നു. കണ്ടോ, ബുഖാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖുദുൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത്, മുന്നിട്ട് വരുന്ന സമയത്ത്, യഖുദുമു മുന്നിട്ട് വരും എന്നൊക്കെ അർത്ഥം. അപ്പൊ വരുന്ന സമയത്ത്, ഹീന എന്ന സമയത്ത് നമ്മൾ പല സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. ഹീന ആ സമയത്ത്, ഒരു സമയത്തിന് സൂചിപ്പിക്കാനാണ് ഹീന ഉപയോഗിക്കുക. ഹീന യഖുദുമു മുന്നിട്ട് വരുന്ന സമയത്ത്, അൽ മദീനത്ത മദീനയിലേക്ക്, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് സ്വാഗതം ചെയ്യുകയായിരുന്നു. വന്നു. ആര് വന്നു മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ബിൽ ഹുദ, സന്മാർഗവുമായിട്ട്. ബിൽ ഹുദ, സന്മാർഗവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്നുള്ള സന്മാർഗവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആരാന്ന് പറയാ? സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മദീനക്കാർ എന്തായിട്ട് കണ്ട്? പൂർണ്ണ ചന്ദ്രനെ പോലെ കണ്ടില്ലേ? ബദറു അലൈന, പൂർണ്ണ ചന്ദ്രൻ ഞങ്ങൾ കുതിച്ചു തന്നെ പറഞ്ഞു. കുതിച്ചു ബദർ പൂർണ്ണ ചന്ദ്രൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഥ്ലുൽ ബദരി, പൂർണ്ണ ചന്ദ്രനെ പോലാണ്. മൊത്തത്തിലുള്ള ചന്ദ്രനാണ് പൂർണ്ണ ചന്ദ്രൻ. മനസ്സിലായേ? മിഥ്ലുൽ ബദരി പൂർണ്ണ ചന്ദ്രനെ പോലെ അല്ല, പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നല്ല, അൻവറു മിൻഹു, അതിനേക്കാൾ പ്രകാശമുള്ളവരാണ്. അൻവർ ഏറ്റവും പ്രകാശമുള്ളവരാണ്. ആരായാലും പ്രകാശമുള്ള ആളേക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയാൽ മതിയല്ലേ? അൻവറു ഏറ്റവും പ്രകാശമുള്ള, മിന്നു ഇതിനേക്കാൾ, ആ ചന്ദ്രനേക്കാൾ, ആ പൂർണ്ണ ചന്ദ്രനേക്കാൾ പ്രകാശം ആർക്കുണ്ട്? അൻവർ എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ പ്രകാശം. 100 എന്ന് പറഞ്ഞ പ്രകാശം, അൻവർ എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശം അല്ലെ? 100 നായാലും 50 നായാലും ഓക്കെ. അപ്പൊ അൻവർ ഏറ്റവും പ്രകാശമുള്ളവരായിരുന്നു. പിന്നെ ആ പൂർണ്ണ ചന്ദ്രനേക്കാൾ പ്രകാശമായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബൈത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം കൂടി ആശയം പറയാണ്. വബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്, നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കൊണ്ട് തശറഫത്തിൽ മദീനത്തു, മദീന പ്രശോഭിതമായി, മഹത്വരമായി എന്നൊക്കെ പറയാം. ഓക്കെ, ഇത്രയുമാണ് പാഠം. ഇൻഷാ അല്ലാഹ്